അപ്പോൾ ക്രൗൺ തിയേറ്ററിൻ്റെ റിസപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേക ഫീലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ഫിലിമിനോട് ഒരു ഈറ്റിലം എന്ന് തന്നെ പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടി വരും. വല്ലാത്തൊരു ഫീലാണ് നമുക്ക് ഇവിടുത്തെ ഓരോ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ കാണുമ്പം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ദ മാഗ്നിഫിക്കൻറ്റ് 7 എന്ന ഇംഗ്ലീഷ് ഫിലിം 29/6/1963 കോഴിക്കോട് എന്ന മഹാനഗരത്തിൽ ക്രൗൺ തിയേറ്റർ റിലീസ് ചെയ്യുക എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് മാനേജ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ ധാരാളം സിനിമകളുണ്ട്. ഇവിടെ കുറേ ഫിലിമിൻ്റെ കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാഡിയേറ്റർ 2 കട്ടൗട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഗോൺ വിത്ത് ദ വിൻഡ് എന്ന ഇംഗ്ലീഷ് ഫിലിമിൻ്റെ വളരെ പഴക്കുന്ന ഇംഗ്ലീഷ് ഫിലിമിൻ്റെ 13/12/1952 ഒരു സിനിമ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്രക്കും എഫേർട്ട് എടുത്തിട്ട് കോഴിക്കോട് എന്ന മഹാനഗരത്തിന് പുതിയ എന്താ പറയുക ഹോളിവുഡ് സിനിമകളും യൂറോപ്യൻ സിനിമകളൊക്കെ റിലീസ് ചെയ്ത് സിനിമ എന്ന മാസ്മരിക ലോകത്തേക്ക് ജനങ്ങളെ കൊണ്ടുവന്നാണ്. ഈ ഒരു അവസാനത്തെ ഒരു കട്ടൗട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി നമുക്ക് കാണേണ്ടതാണ്. ഗുഡ് ബാഡ് അഗ്ലി എന്ന ഒരു കട്ടൗട്ടറും കൂടെ കൊടുത്തിട്ടുണ്ട്. 17/7/1970 എന്ന ഒരു സമയത്ത് ഈ ഒരു സിനിമയും ഇവിടെ റിലീസ് ചെയ്തിരുന്നു. നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറത്താണ്.